അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 21 ശനിയാഴ്ച. വയനാട് ദുരന്ത നിവാരണ കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കണക്കുകൾ മാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ചതിന് പിന്നിൽ അജണ്ടയുണ്ടെന്നും മാധ്യമങ്ങളുടെ രീതി പരിശോധിക്കപ്പെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അസത്യം പറന്നപ്പോൾ പിന്നാലെ വന്ന സത്യം മുടന്തുകയാണെന്നും അങ്ങനെ മുടന്താനേ സർക്കാർ വാർത്താക്കുറിപ്പിന് പോലും കഴിഞ്ഞുള്ളൂവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാജ വാർത്തകൾക്ക് പിന്നിലുള്ള അജണ്ട നാടിനും നാട്ടിലെ ജനങ്ങൾക്കും എതിരായുള്ളതാണെന്നും ഇത്തരം വ്യാജ വാർത്തകളിൽ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ കൈവിടാതെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ. MR അജിത് കുമാറിനെ ADGP സ്ഥാനത്ത് നിന്ന് നിലവിൽ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും അതിനുശേഷം നടപടി ആലോചിക്കാമെന്നുമാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. PV അൻവർ MLAയെ പൂർണ്ണമായും തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാതിയുണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷ MLA എന്ന നിലയിൽ PV അൻവർ ചെയ്യേണ്ടിയിരുന്നതെന്നും എന്നാൽ PV അൻവർ ഇടതു പശ്ചാത്തലമുള്ള ആളല്ലെന്നും കോൺഗ്രസിൽ നിന്ന് വന്നയാളാണെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പൂർണ്ണ പിന്തുണ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. P ശശിക്കെതിരെ ഒരു അന്വേഷണവും ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. P ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണ്. ഒരു തെറ്റും P ശശി ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അന്വേഷണ റിപ്പോർട്ടിൽ തെറ്റ് കണ്ടാൽ ആരും സംരക്ഷിക്കപ്പെടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 24-ാം തീയതിക്ക് മുൻപായി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസിന് മറുപടി നൽകിയത് വസ്തുതകൾ അനുസരിച്ചല്ലാത്തതിനാലാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതെന്നും പിണറായി പറഞ്ഞു. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണെന്നും മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ തുടരാൻ അർഹതയില്ലെന്നും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിവാദങ്ങളിലും ആരോപണങ്ങളിലും മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞുവെന്നും ഇതിന് മാധ്യമപ്രവർത്തകർ നന്ദി പറയേണ്ടത് പ്രതിപക്ഷത്തോടാണെന്നും സതീശൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിന്റെ ആദ്യ 58 മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിച്ചത് മാധ്യമങ്ങൾക്കെതിരെയാണെന്നും വ്യാജ വാർത്തകൾക്കെതിരെ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനിക്കെതിരെയാണെന്നും യഥാർത്ഥ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്നും സതീശൻ വ്യക്തമാക്കി. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും PV അൻവർ. അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും ഇതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും PV അൻവർ വാർത്താസമ്മേളനത്തിൽ തുറന്നടിച്ചു. സോളാർ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ ശ്രമിച്ചിരുന്നു. കവടിയാറിലെ വീട് കൂടാതെ വേറെ 3 വീടുകൾ അജിത് കുമാറിനുണ്ടെന്നും PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് വേറെ അജണ്ടയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ വീഴ്ചകൾ പറ്റുമോയെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ഇന്നലെ അന്തരിച്ച പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മയ്ക്ക് നാട് ഇന്ന് വിട നൽകും. ഉച്ചയ്ക്ക് 12 മണിവരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം നടന്നു. മോഹൻലാലും മമ്മൂട്ടിയും അടക്കം താരങ്ങൾ ആദരമർപ്പിച്ചു. ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. അർബുദ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് 79-ാം വയസ്സിൽ കവിയൂർ പൊന്നമ്മ മരണത്തിന് കീഴടങ്ങിയത്. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു.
കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായിരുന്നു ഇദ്ദേഹം. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഗംഗാവലി പുഴയിലെ പരിശോധന പുരോഗമിക്കുന്നു. 15 അടി താഴ്ചയിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ പറഞ്ഞു. 2 ടയറിന്റെ ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ഏത് ലോറി എന്ന് പറയാൻ ആയിട്ടില്ലെന്ന് അർജുന്റെ ലോറി ഉടമ മനാഫ് പറഞ്ഞു. ട്രക്കിന്റെ മുൻഭാഗത്തുള്ള 2 ടയറും കണ്ടുവെന്ന് മനാഫ് അറിയിച്ചു. ഈശ്വർ മാൽപെ നേരത്തെ മുങ്ങിയെടുത്ത അക്കേഷ്യ തടിക്കഷ്ണം അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന തടിക്കഷ്ണമാണെന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. കൊല്ലം ഇരട്ടക്കടയിൽ മകളുടെ സുഹൃത്തായ 19കാരനെ കുത്തിക്കൊലപ്പെടുത്തിയത് ദുരഭിമാനക്കൊല എന്ന് കൊല്ലപ്പെട്ട അരുണിന്റെ കുടുംബം ആരോപിച്ചു. 2 സമുദായമായതുകൊണ്ടാണ് പ്രസാദ് ഇരുവരുടെയും ബന്ധത്തെ എതിർത്തതെന്നാണ് അരുണിന്റെ അമ്മയുടെ സഹോദരി സന്ധ്യയുടെ ആരോപണം. സാലറി ചലഞ്ചിലൂടെ 500 കോടി രൂപ പ്രതീക്ഷിക്കുന്ന സർക്കാരിന് ഇന്നലെ വരെ CMDRF വയനാട് അക്കൌണ്ടിലേക്ക് ലഭിച്ചത് 41 കോടി രൂപ മാത്രമെന്ന് വ്യക്തമാക്കുന്ന ട്രഷറി രേഖകൾ പുറത്ത്. 5 ദിവസത്തെ ലീവ് സറണ്ടറും PFും ഉൾപ്പെടുന്ന തുകയാണിത്. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജ്മലിനെതിരെ 2ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ നിർണായക മൊഴി. അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചുവെന്നും തന്റെ പണവും സ്വർണ്ണാഭരണങ്ങളും അജ്മൽ കൈക്കലാക്കിയിരുന്നുവെന്നും അത് തിരികെ വാങ്ങാനാണ് അജ്മലിനൊപ്പം സൗഹൃദം തുടർന്നതെന്നും ശ്രീകുട്ടി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് മദ്യലഹരിയിൽ കാർ ഓടിച്ച് ബൈക്ക് യാത്രികരെ ഇടിച്ചിട്ട കേസിൽ 2 പേർ പിടിയിൽ. കാറിൽ ഉണ്ടായിരുന്ന 2 തിരുവമ്പാടി സ്വദേശികളാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച യുവ ചാർട്ടേഡ് അക്കൌണ്ടന്റ് അന്നയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്നയുടെ മരണത്തിന് ഇടയായ സാഹചര്യം ഞെട്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നടക്കുന്നത് തൊഴിൽ ചൂഷണമാണെന്നും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും തൊഴിൽ സമ്മർദ്ദത്തിന് നിയന്ത്രണം ഉണ്ടാകാനുള്ള നിയമനിർമ്മാണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ താറാവ് വളർത്തലിന് നിരോധനമേർപ്പെടുത്തിയ തീരുമാനം കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങാൻ കർഷകർ ഒരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിത നിരോധനം. ഇതോടെ ക്രിസ്മസ് വിപണിയിൽ നാടൻ താറാവുകൾക്ക് ക്ഷാമം നേരിടും. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് തിരിച്ചു. പുലർച്ചെ 4 മണിക്കാണ് മോദി ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചത്. അമേരിക്കയിലെ ഡെലാവെയറിലെത്തുന്ന മോദി ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി മോദി പ്രത്യേക ചർച്ചയും നടത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു. US സന്ദർശനത്തിനിടെ നടത്തിയ പരാമർശം സിഖ് വികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. വാരണാസിയിലെ സിഗ്ര പോലീസ് സ്റ്റേഷനിൽ BJP നേതാവ് അശോക് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനുള്ള തുടർ നടപടി സജീവമാക്കി കേന്ദ്ര സർക്കാർ. വിയോജിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികളുമായുള്ള സമവായ ചർച്ചകൾക്ക് മന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു എന്നിവരെ ബുധനാഴ്ചത്തെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. തിരുപ്പതി ലഡുവിലെ മൃഗക്കൊഴുപ്പ് വിവാദത്തിൽ പ്രതികരണവുമായി ആരോപണ വിധേയരായ ദിണ്ടിഗലിലെ AR ഡയറി രംഗത്ത്. ക്ഷേത്രത്തിന് നൽകിയ നെയ്യ് നിലവാരം കുറഞ്ഞതെന്ന ആക്ഷേപം തെറ്റാണെന്നും സർക്കാർ അംഗീകൃത ലാബുകളിലെ പരിശോധനയ്ക്ക് ശേഷമാണ് നെയ്യ് കൈമാറിയതെന്നും ഏതന്വേഷണം നേരിടാനും തയ്യാറെന്നും കമ്പനി വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കുള്ള ഭാരത് ഗൌരവ് ട്രെയിൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സാംസ്കാരിക പൈതൃകത്തെ അറിയാൻ ഈ യാത്ര സഹായിക്കുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കോപ്പിയടി തടയാൻ ഇന്റർനെറ്റ് നിരോധനവുമായി ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ബിരുദ ലെവൽ പരീക്ഷയ്ക്കാണ് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയത്. സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പേപ്പർ ചോരുന്നതടക്കമുള്ള മുൻകാല അനുഭവങ്ങളെ മുൻനിർത്തിയാണ് നടപടി. ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടേതാണ് ഉത്തരവ്.
ബംഗളൂരു കോർപ്പറേഷനിലെ കരാറുകാരനോട് കൈക്കൂലി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ BJP MLAയും മുൻ മന്ത്രിയുമായ മുനിരത്ന വീണ്ടും അറസ്റ്റിൽ. സാമൂഹിക പ്രവർത്തകയായ 40-കാരി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് പുതിയ അറസ്റ്റ്. നടൻ വിജയിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ കക്ഷിയായ തമിഴക വെട്രി കഴകത്തിന്റെ ആദ്യ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 27-ന് വിഴുപുരം ജില്ലയിലെ വിക്രവാണ്ടിയിൽ നടക്കും. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും കർമ്മപരിപാടിയും സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് വിജയ് അറിയിച്ചു. ബംഗ്ലാദേശിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ബംഗ്ലാദേശിന് 514 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം. 3 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് എന്ന നിലയിൽ 3-ാം ദിനം ക്രീസിലിറങ്ങിയ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 287 റൺസ് എടുത്ത് 2-ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. 119 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ശുഭ്മാൻ ഗില്ലിന്റെയും 109 റൺസ് എടുത്ത ഋഷഭ് പന്തിന്റെയും ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ ബംഗ്ലാദേശിനു മുന്നിൽ കൂറ്റൻ വിജയലക്ഷ്യം മുന്നോട്ടുവച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.